ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു. ജയം ഉറപ്പായിരുന്ന ഝാർഖണ്ഡിലെ രാജ്യസഭാ സീറ്റിൽ പരാജയപ്പെട്ടതോടെയാണ് സഖ്യത്തിൽ കൂടുതൽ ഭിന്നത രൂപപ്പെട്ടു തുടങ്ങിയത്. ജയം ഉറപ്പിക്കുന്ന കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നില്ലെന്ന വിമർശനം കോൺഗ്രസിനുള്ളിലുണ്ട്. എന്നാൽ വോട്ട് മറിച്ചെന്ന ആരോപണം നേരിടുന്ന RJD കോൺഗ്രസിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ബീഹാറിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും സമാന സാഹചര്യത്തിൽ RJD തോറ്റിരുന്നു. അന്ന് കോൺഗ്രസിലെ 3 MLA-മാരാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. എന്നാൽ ഇപ്പോൾ RJD ഝാർഖണ്ഡിൽ പ്രതികാരം ചെയ്തുവെന്ന് വിലയിരുത്തലുണ്ട്. മറ്റുള്ളവരെ പഴിക്കും മുൻപ് സ്വന്തം ചരിത്രമാണ് കോൺഗ്രസ് പരിശോധിക്കേണ്ടതെന്ന പരസ്യ വിമർശനവും RJD നടത്തി. ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് നൽകിയതെന്ന് ആണയിട്ട് പറയുന്ന CPI-ML ദേശീയ നേതൃത്വം കോൺഗ്രസിന്റെ സമീപനത്തിൽ അസ്വസ്ഥരാണ്. ഝാർഖണ്ഡിൽ തോറ്റത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മല്ലികാർജുന ഖാർഗെയുടെ വിശ്വസ്തനാണെന്നത് തോൽവിയുടെ ഭാരം കൂട്ടുന്നു. ഖാർഗെയുടെ ഓഫീസ് ചുമതല വഹിക്കുന്ന AICC സെക്രട്ടറി പ്രണവ് ഝായാണ് ജയമുറപ്പിച്ചിരുന്ന ഝാർഖണ്ഡിലെ സീറ്റിൽ തോറ്റത്. കോൺഗ്രസ് MLA-മാരുടെ മുഴുവൻ വോട്ടും ലഭിച്ചുവെന്ന് പ്രണവ് ഝാ വിശ്വസിക്കുന്നു. RJD-യുടെ 4 MLA-മാരും CPI-ML MLA-മാരിൽ ഒരാളും വഞ്ചിച്ചുവെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇരു പാർട്ടികളുടെയും MLA-മാർ കോൺഗ്രസിന് തന്നെയാണ് വോട്ട് ചെയ്തതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. തൃണമൂൽ കോൺഗ്രസ്, ഉദ്ധവ് പക്ഷ ശിവസേന എന്നിവയിൽ വിള്ളലുണ്ടാക്കി ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി ചോർത്താനുള്ള ശ്രമം BJP നടത്തുമ്പോഴാണ് ഝാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി നേരിട്ടത്.